ഹായ് ഹലോ എവരി വൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തേത് ഒരു ഫുൾ ഡേ വ്ളോഗാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും ഒരു കമൻറ്റും കൂടി ചെയ്യാട്ടോ, എന്തായാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതാ രാവിലെ തന്നെ എണീറ്റ പാടന്നെ കാണുന്ന കാഴ്ച കേട്ടോ. ഇത് തേങ്ങ പറിക്കാൻ വേണ്ടിയിട്ട് ആൾ വന്നിട്ടുണ്ടേനു. അങ്ങനെ നമ്മളെ മുറ്റത്തുള്ള കുറച്ച് തെങ്ങുന്ന് മാത്രം അങ്ങനെ പറിക്കുന്നതാണ്. തേങ്ങ പറിക്കാണ്ടിരിക്കലെല്ലാം ഭയങ്കര ഡേഞ്ചറല്ലേ, നടക്കുമ്പോൾ തലയിൽ തേങ്ങയെല്ലാം വീണ് കളിയോ. അതുകൊണ്ട് അങ്ങനെ തേങ്ങ പറിക്കുന്നത് നോക്കി നമ്മൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ മോള് പിന്നെ മുറ്റത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ തട്ടാനും വിടൂല, തൊടാനും വിടൂല, അങ്ങനത്തെ ഇതാണ് കേട്ടാ. ഇങ്ങനെ നടന്ന് കളിക്കും. അങ്ങനെ ഇതാ തേങ്ങയെല്ലാം പറിച്ച് ഫുള്ള് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വാരി വലിച്ച് ഇട്ട പോലെയാണ് കേട്ടോ ഉണ്ടായി. അപ്പോൾ അതെല്ലാം ഇങ്ങനെ കൂട്ടിയിടുന്നുണ്ടായിന്. അപ്പോൾ മുറ്റത്തിറങ്ങിയ സമയം തന്നെ ഇങ്ങനെ ഓരോ കാട്ടുപൂക്കളെല്ലാം കണ്ടപ്പോൾ വെറുതെ ഒന്ന് വീഡിയോ എടുത്ത് വെച്ചാണ്. അപ്പോൾ ഇതാ ഈ ഒരു തൊട്ടാവാടിയെല്ലാം കണ്ടാൽ നല്ല രസമല്ലേ തൊട്ടാവാടി ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നേ. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് പുട്ടാണ് കേട്ടോ. പുട്ട് ഭയങ്കര ഇഷ്ടമാണ്. പുട്ടിൻ്റെ കൂടെ എന്ത് കറിയില്ലെങ്കിലും പഞ്ചസാര എന്തായാലും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഒരു കപ്പ് കേക്കും കൂടി കഴിച്ചു. പിന്നെ എനിക്ക് ബാങ്കിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വീട്ടിൻ്റെ കുറച്ച് അടുത്ത് തന്നെയാണ് കേട്ടോ ആ ബാങ്ക്. എന്നാലും നടന്നിട്ട് പോകേണ്ട ദൂരമൊന്നുമല്ല, കുറച്ചധികം ദൂരമുണ്ട്. അങ്ങനെ ബാങ്കിലെല്ലാം പോയി തിരിച്ച് വന്ന് അങ്ങനെ പോകുമ്പോൾ ഉപ്പാൻ്റെ കൂടെയാണ് കേട്ടോ പോയത്. പിന്നെ ഉപ്പ എന്നെ അവിടെ ആക്കിയിട്ട് ഉപ്പ കടയിൽ പോയി. അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ ബേക്കറിയിൽ നിന്ന് ഞാൻ ഈ ഒരു സ്നോ ബോൾ കണ്ടപ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ. ഇത് ഞാനങ്ങ് വേറെ നിന്ന് ഒരിക്കൽ കഴിച്ചിരുന്നു. എന്നിട്ട് അതേപോലെ തോന്നിയിട്ട് നാട്ടിൽ നിന്ന് ഇതുവരെ കണ്ടിട്ടില്ലേനു. അപ്പോൾ അതേപോലത്തെ സംഭവം തോന്നിയിട്ട് വാങ്ങിയതാണ്. പക്ഷെ അവിടെ നിന്ന് കഴിച്ചത് ഭയങ്കര പഞ്ഞി പോലത്തേനു കേട്ടോ. ഇതൊരു ബിസ്ക്കറ്റ് ടൈപ്പാണ്. പക്ഷെ എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ട് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സംഭവം കാണുന്നത് ബേക്കറിയിൽ. അപ്പോൾ കണ്ടപാടനെ അങ്ങനെ എടുത്തതാണ്. പിന്നെ ഉച്ചക്കത്തെ ചോറ് കഴിക്കാൻ വേണ്ടി പോക്കാന്ന്. അപ്പോൾ ഉമ്മ നല്ല അടിപൊളി ബീട്രൂട്ട് പച്ചടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പച്ചടിയിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം ഇങ്ങനെ ബീട്രൂട്ട് ഇട്ടിട്ട് വെച്ചതാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ചോറും കറിയും മീനും ഈ പച്ചടിയും എല്ലാം എടുത്ത് അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് പിന്നെ റൂമിലെല്ലാം വന്നിങ്ങനെ കുറച്ച് മൊഞ്ചാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഫെയറി ലൈറ്റെല്ലാം ഇങ്ങനെ തൂക്കിയിട്ട് ലൈറ്റെല്ലാം കത്തിച്ച് വെച്ച് ഇങ്ങനെ കുറച്ചൊരു വൈബിൽ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒരു ഫ്ലിപ്കാർട്ട് ഹോള് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സെറ്റാക്കിയതേനും കേട്ടോ. ഇപ്പോൾ അലമാറിൻ്റെ സൈഡിൽ വെറുതെ. അപ്പോൾ അത് അപ്ലോഡ് ആക്കും ഇൻഷാ അല്ലാഹ്. 2-3 ദിവസം കൊണ്ട് അപ്ലോഡ് ആക്കണം. അങ്ങനെ പിന്നെ നമുക്ക് പുറത്തേക്ക് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും ഉമ്മയും ഒന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവലാന്ന്. അപ്പോൾ ഈവനിങ് ആയിട്ടുണ്ട്, ഒരു 4-5 മണിയോ മറ്റോ ആയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് സാധനമെല്ലാം വാങ്ങിക്കാനുണ്ടേനു. അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. മകളിസ അങ്ങനെ ഞാൻ മാറ്റിക്കഴിഞ്ഞ് റെഡിയായി കഴിഞ്ഞാൽ മോള് പിന്നെ എൻ്റെ കൈമന്ന് കീഴില്ല കേട്ടോ. എവിടെയെങ്കിലും പോകുന്നതെന്നുള്ള ആ ഒരു തോന്നലിൽ ഞാനിങ്ങനെ തട്ടി നടക്കണം. പിന്നെ അതെല്ലാം കഴിഞ്ഞ് മുന്തിരി ജ്യൂസ് കുടിച്ച് പിന്നെ രാവിലെ തേങ്ങ പറിച്ചിനല്ല. അപ്പോൾ ഇളനീർ എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഇളനീരെല്ലാം കഴിച്ച് നല്ല ടേസ്റ്റാണ് നല്ല ഇളനീർ ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാനും ഉമ്മയും ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു റിയൽ ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഓട്ടോ പിടിച്ചിട്ട് അവിടേക്ക് പോയിക്കൊണ്ടിരിക്കലാന്ന്. അങ്ങനെ ഇങ്ങനെ ഒരു ഹൈപ്പർ മാർക്കറ്റിലെല്ലാം എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഏത് സെക്ഷനിലേക്ക് പോകണം എന്നുള്ള ഒരു ഐഡിയ ഉണ്ടാവില്ല. ഫസ്റ്റ് തന്നെ ഇങ്ങനെ തിരിഞ്ഞ് കളിച്ച് നടക്കും. അപ്പോൾ കുറേ പൗച്ചും ക്ലച്ചും എല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു. നല്ല ക്യൂട്ടായിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു ചോപ്പർ നല്ല രസമുണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ചോപ്പർ കാണുന്നത്. നമ്മളെ വീട്ടിലെല്ലാം ഇങ്ങനെ വലിക്കുന്ന ടൈപ്പാണ്. അപ്പോൾ ഇതിലിങ്ങനെ അഡ്ജസ്റ്റ് ആക്കേണ്ട ചെറിയൊരു ബട്ടണെല്ലാം ഉണ്ട് കേട്ടോ. നല്ല സ്മൂത്തായിട്ട് ഇങ്ങനെ മൂവ് ആകുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം വെറുതെ ഇങ്ങനെ നോക്കി നടന്ന് പിന്നെ ഈ ഒരു പോട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ വെറുതെ പൊരിച്ച് തിന്നാൻ വേണ്ടിയിട്ട്. പിന്നെ മിൽക്ക് ബിക്കീസിൻ്റെ ഈ ഒരു ബിസ്ക്കറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് എവിടെ കണ്ടാലും ഞാൻ എടുക്കും. അങ്ങനെ അതെല്ലാം എടുത്ത് കുറേ കപ്പും ഗ്ലാസും അങ്ങനത്തെ സെക്ഷനെല്ലാം പോയിട്ട് വെറുതെ ഒന്ന് വീഡിയോ എടുത്ത് വെച്ച് പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് അവിടെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഹിമാലയൻ്റെ ഒന്ന് ട്രൈ ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഒന്നെടുത്തിട്ടുണ്ട്. പിന്നെ ക്രിസ്മസ് എല്ലാം ആയതുകൊണ്ട് തന്നെ ഇവിടെ പല ഡെക്കോർ ഐറ്റംസ് എല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു ക്രിസ്മസിൻ്റെ. പിന്നെ ബില്ലെല്ലാം പേ ചെയ്തതിന് ശേഷമാണ് കേട്ടോ നമുക്ക് ഐസ്ക്രീം എടുക്കണം എന്നുള്ള ഓർമ്മ വന്നത്. അതുകൊണ്ട് പിന്നെയും ബില്ലാക്കിയെന്ന്. അപ്പോൾ നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ ഭയങ്കര ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു.
മൊത്തം സാധനമെല്ലാം എടുത്ത് കഴിയുമ്പോഴത്തേക്ക് തന്നെ രാത്രി ആയിട്ടുണ്ട്. അങ്ങനെ ഇതാ വീട്ടിലേക്ക് എത്തിയ പാടെ ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അൺബോക്സ് ചെയ്ത് പിന്നെ ഇതാ മോൾക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ചപ്പാത്തിയും കൂന്തൽ കറിയും ആണ്. അങ്ങനെ മോൾക്ക് ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ട് വേണം നമുക്കെല്ലാം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീഡിയോ ഇതാ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയറും കൂടി ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റും കൂടി ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണാം. എല്ലാവർക്കും ബൈ.